Today's topic is syntactic driven parsing technique. Syntactic driven parsing technique എന്ന് പറയുന്നത് നാച്ചുറൽ ലാംഗ്വേജ് അനലൈസിംഗ് ടെക്നീക്സിലെ രണ്ടാമത്തെ മേജർ മെത്തേഡാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് മെത്തേഡ് ആയിട്ടുള്ള കീവേഡ് അനാലിസിസ് അഥവാ പാറ്റേൺ മാച്ചിങ് ടെക്നീക്ക് നിങ്ങൾ പഠിച്ചു. എന്താണ് സിന്റാറ്റിക് ഡ്രിവൺ പാഴ്സിംഗ് ടെക്നീക്ക് എന്ന് നോക്കാം. The syntactic driven parsing technique method examines 1. The structure of the sentence, 2. Performs a detailed analysis of the syntax of the statement, 3. Performs a detailed analysis of the semantics of the statement. അപ്പോൾ ഒരു സെന്റൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് സോഫ്റ്റ്വെയറിനകത്ത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടോക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ, ശബ്ദിച്ച് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ കേട്ട സെന്റൻസിൽ നിന്നും അത് സെന്റൻസ് രൂപീകരിച്ചിട്ട്, ഇംഗ്ലീഷ് ഫോമിലുള്ള സെന്റൻസ് രൂപീകരിച്ചിട്ട് നാച്ചുറൽ ലാംഗ്വേജ് അനാലിസിസ് പ്രോസസ്സിലേക്ക് കടക്കും. അപ്പോൾ ഈ അനാലിസിസ് പ്രോസസ്സിൽ രണ്ട് മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ചില സോഫ്റ്റ്വെയറിൽ ഒരു മെത്തേഡാണ്, ഏതാണ്? കീവേഡ് അനാലിസിസ്. രണ്ടാമത്തതാണ് സിന്റാറ്റിക് ഡ്രിവൺ പാഴ്സിംഗ് ടെക്നീക്ക്. ഇത് ഉപയോഗിച്ചും നിങ്ങൾക്ക് എന്ത് ചെയ്യാനൊക്കും? ഈ തന്നിരിക്കുന്ന സെന്റൻസ് എന്താണെന്ന് മനസ്സിലാക്കി അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാൻ സിസ്റ്റത്തിന് സാധിക്കും. അപ്പൊ ആ മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ കിട്ടിയ സെന്റൻസ് എന്താണെന്ന് അനലൈസ് ചെയ്യണം. അതിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ് സിന്റാറ്റിക് ഡ്രിവൺ പാഴ്സിംഗ് ടെക്നീക്ക് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് എന്താണ് ഡീൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സെന്റൻസ് കിട്ടിയാൽ അതിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് പരിശോധിക്കും. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ഒന്ന്, ദ സിന്റാക്സ് ഓഫ് ദ സെന്റൻസ് ഓർ എ സ്റ്റേറ്റ്മെന്റ്. രണ്ട്, സെമാന്റിക്സ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. എന്താണ് സിന്റാക്സും സെമാന്റിക്സും? പ്രത്യേകമായിട്ട് ഞാൻ സ്ലൈഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇതിനകം തന്നെ കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട് തന്നെ പലയിടത്തും കേട്ടതാണ്. സിന്റാക്സ് എന്ന് പറഞ്ഞാൽ ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് റെഫേഴ്സ് ടു ദ സ്ട്രക്ചർ ഓഫ് എ ലാംഗ്വേജ് വിത്ത് ഇറ്റ്സ് ഗ്രാമർ. ഗ്രാമർ ആണ് മെയിൻലി. നിങ്ങൾക്ക് അറിയാമല്ലോ, സിന്റാക്സ് എറർ എന്ന് പറഞ്ഞാൽ എന്താ? ആ ലാംഗ്വേജ് പറഞ്ഞിരിക്കുന്ന ഒരു ശൈലിയുണ്ട്, ഗ്രമാറ്റിക്കൽ രീതി. അത് ഫോളോ ചെയ്യാതെ നമ്മളെ ഒരു എക്സ്പ്രഷൻ സിയിലോ വല്ലതും ടൈപ്പ് ചെയ്ത് കമ്പൈൽ ചെയ്യുമ്പോൾ സിന്റാക്സ് എറർ ഉണ്ടാവും. അതാണ് സിന്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. സെമാന്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മീനിങ് ഓഫ് ദ വൊക്കാബുലറി സിംബൽസ് അറേഞ്ച്ഡ് വിത്തിൻ ദാറ്റ് സ്ട്രക്ചർ. ആ പ്രോപ്പർ ഗ്രമാറ്റിക്കൽ സ്ട്രക്ചറിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ സിംബൽസിന്റെ മീനിങ് ആണ് സെമാന്റിക്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൺസിഡർ ചെയ്യും നമ്മളുടെ ഈ മെത്തേഡ്. അപ്പൊ നമുക്ക് ജനറലി പറയാം, the system has a thorough knowledge of the grammar of the language. എക്സാമ്പിൾ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് ആണെങ്കിൽ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു നോളജ് ആ സെന്റൻസിന്റെ ഉണ്ടായിരിക്കും. ഇനി ഇംഗ്ലീഷ് സെന്റൻസിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടുന്നത്, അല്ലെങ്കിൽ പാഴ്സർ ഓർത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ബേസിക് യൂണിറ്റ് ഓഫ് ദാറ്റ് ലാംഗ്വേജ് ഈസ് സെന്റൻസ്. ഇംഗ്ലീഷിൽ ബേസിക് യൂണിറ്റ് സെന്റൻസ് ആണ്. എ സെന്റൻസ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ചേർന്നാണ് ഈ സെന്റൻസ് ഉണ്ടായിരിക്കുന്നത്. ഈച്ച് ഹാവ് ഇറ്റ്സ് ഓൺ മീനിങ്. അതുപോലെ തന്നെ വേർഡ്സ് ഫോൾ അണ്ടർ ദ കാറ്റഗറി പാർട്സ് ഓഫ് സ്പീച്ച്. ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓരോ വാക്കുകളും ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 8 പാർട്സ് ഓഫ് സ്പീച്ച് ആർ ദെയർ ഇൻ ഇംഗ്ലീഷ്. എന്നിട്ട് ജനറലി നമ്മൾ പറയും, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വി വിൽ സേ ദാറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് ആംബിഗ്വസ്. കുറച്ച് ആംബിഗ്വിറ്റി ഉള്ള ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ആരെ സംബന്ധിച്ചിടത്തോളം? പ്രോഗ്രാമറിനെ സംബന്ധിച്ചിടത്തോളം. ഏത് പ്രോഗ്രാമറിനെ? NLP പ്രോഗ്രാമറിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ മറ്റ് ലാംഗ്വേജിലെ കണക്ക് ഓരോ ആസ്പെക്റ്റിനും വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള വാക്കുകൾ ഇംഗ്ലീഷിലില്ല. ഇംഗ്ലീഷിൽ ഒരു വാക്കിന് തന്നെ 3-4 മീനിങ്ങുകൾ നിങ്ങൾ ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ പഠിച്ചപ്പം തന്നെ പല എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. Because a single word, it is possible to identify to which part of speech it belongs to is found to be difficult. ഒരു വാക്ക് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല ഐഡന്റിഫൈ ചെയ്യാൻ ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആണ് ഇത് ബിലോങ് ചെയ്യുന്നതെന്ന്. അപ്പൊ ആ കോണ്ടെക്സ്റ്റ് ഒക്കെ നോക്കിയാലേ ആ വാക്കിന് എന്താണ് മീനിങ് എന്ന് മനസ്സിലാക്കാൻ ഒക്കെയുള്ളൂ.